ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ പാല വരെ പോവുകയാണ് ആശുപത്രിക്ക്. അപ്പം ഞാനിങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. 9 രൂപേൻ്റെ ബസ്സിന് പോകേണ്ടിയത് ഞാൻ 8:35 ആയപ്പം ഇങ്ങനെ സ്റ്റാൻഡിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ ഫോണിനകത്തൊക്കെ പണിതു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ചെറിയ മഴയ്ക്കൊക്കെ ഉള്ള കോളുണ്ട് കേട്ടോ, പക്ഷെ മഴയൊന്നും പെയ്യുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മൂന്നിലവിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒക്കെ നമ്മൾ വായിലൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കാർമൽ ആശുപത്രി എത്തി കേട്ടോ. ഞാൻ വരുന്നത് കാർമൽ പാല ആശുപത്രിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഡോക്ടർ ബെറ്റീനെ കാണാൻ വേണ്ടിയാണ്. ഗൈനക്കോളജിയാണ് കേട്ടോ. ഗൈനക്കോളജിയെ തെറ്റിദ്ധരിക്കേണ്ട, അതൊന്നുമായിട്ടല്ല. സംഭവം PCOD ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ എനിക്ക്. അപ്പം ഒരു മാസം നമുക്ക് പീരിയഡ്സ് ആയില്ലെങ്കിൽ അതിൻ്റെയും കൂടെ കൂട്ടി അടുത്ത മാസമാവും. അപ്പോൾ ഒരു 10-20 ദിവസമൊക്കെ ഇങ്ങനെ പീരിയഡ്സ് നിൽക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് കാരണം. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ വന്ന വഴി ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. 31ാമത്തെ നമ്പറായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ വേറെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എവിടെയും കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആരും വന്നിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിപ്പിച്ചിട്ട് താമസിച്ച് പോയി. 31ാമത്തെ ചീട്ടാട്ടോ നമുക്ക് കിട്ടിയത്. സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കാനൊക്കെ ചെയ്തിട്ടാട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു രോഗമായിട്ട് സ്കാൻ ചെയ്യാൻ പോയാൽ ഞാനിപ്പോൾ 4 രോഗമായിട്ടാട്ടോ നിൽക്കുന്നത്. ഒന്നാമത്തെ ബൈലാറ്ററൽ പോളിസിസ്റ്റിക് ഓവറീസ്, അതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന PCOD എന്ന് പറഞ്ഞ പ്രശ്നം തന്നെയാണ് കേട്ടോ. അടുത്ത ഗ്രേഡ് 1 ഫാറ്റി ലിവർ കേട്ടോ. എൻ്റെ ലിവറിനകത്ത് ഇങ്ങനെ ഫാറ്റെല്ലാം നമ്മൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അടുത്തത് അംബ്ലിക്കൽ ഹെർണിയ, ഇങ്ങനെ കുടൽ പുക്കിളിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുക എന്നാട്ടോ അതിന് പറയുന്ന പേര്. നമ്മളിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുകയും പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഇങ്ങനെ മുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗമാട്ടോ അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ. അടുത്തതെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരുടെയും പ്രസവശേഷം മസിലുകളൊക്കെ ഒട്ടി വരും കേട്ടോ, എക്സസൈസൊക്കെ ചെയ്ത്. ഞാൻ തിന്ന് അന്നേരം വീർത്ത സാധനം എപ്പോഴും ഇങ്ങനെ വയറ് വീർത്തിരിക്കുകയാണല്ലോ. അപ്പോൾ വീണ്ടും വികസിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് അടുത്ത് വന്നിട്ടില്ല മസിലും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാകട്ടോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടി ഡോക്ടർ ഒറ്റ ഒരു പോംവഴിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ: ഫുഡിൽ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എക്സസൈസ് ഉൾപ്പെടുത്തുക കേട്ടോ. എക്സസൈസിൻ്റെ കുറവുകളാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണം കേട്ടോ. സത്യത്തിൽ ഞാൻ ഓർത്തത് ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും കേട്ടോ. ലിവറിനൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി മരിച്ചു പോകുമല്ലോ. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ മരിച്ചു പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴും മരിക്കുകയില്ല, പയ്യെ മരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ മരിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം എല്ലാവരും ഞാനിപ്പോൾ ഓർക്കും ചെയ്തേ, നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ ഇത്രയൊക്കെ രോഗങ്ങളുണ്ടെന്ന് അറിയുന്നതല്ല. ടെസ്റ്റ് ചെയ്യാത്ത എത്രയോ പേര് നടക്കുന്നു. അപ്പോൾ അവർക്കും പല രോഗങ്ങളൊക്കെ കാണിയല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.